ഹലോ, ഹായ്. അബിലീസാണ്. അതായത് നമ്മൾ ദൈവിക സ്മരണയിലേക്ക് എത്തിപ്പെടാൻ സ്മരണകൾ വ്യത്യസ്തമാണ്. ഓരോ മതങ്ങളിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഞാൻ പറയണേ, നമ്മൾ നമസ്കാരത്തിൽ 5 വക്ത് പള്ളി പോകല്ലോ. അപ്പോൾ അള്ളാഹു അക്ബർന്ന് കൈ കെട്ടി കഴിഞ്ഞാൽ വജ്ജത്ത് നിന്നിലേക്ക് ഞാൻ മുഖം തിരിച്ചിരിക്കും. കണ്ണാടിയിൽ കാണുന്ന ഈ മുഖം തിരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ആത്മാവിനൊരു മുഖമുണ്ട്. അത് തൻ്റെ ദൈവികമായിട്ട് പടച്ച തമ്പുരാനുമായിട്ട് ബന്ധിപ്പിക്കാം. അങ്ങനെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ നിസ്കാരം എന്താ, ഒരു മനുഷ്യൻ അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിത പ്രയാസം ഫുള്ള് മാറ്റി കൊടുക്കുന്ന. കാരണം യജമാനാണ് കണ്ടെത്തിപ്പെടുന്നത്. നമുക്ക് നമസ്കാരത്തിൽ അലസത വരുന്നതുകൊണ്ടാണ്, അശ്രദ്ധ വരുന്നത് എന്തുകൊണ്ടാണ്, സ്മരണ ഇല്ല. 5 വക്ത് പള്ളിയിൽ കൃത്യമായിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ അള്ളാഹു ബാങ്ക് കൈ കെട്ടിക്കഴിഞ്ഞാൽ ദുനിയാവിൻ്റെ ചിന്തകൾ വരുന്നു. ദുനിയാവിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മറന്നുപോയ എല്ലാ വിഷയങ്ങളും ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഹൃദയം മറ്റൊന്നിലേക്ക് സുജൂത് ചെയ്യപ്പെട്ടു, അടിമയായി. എന്തിലേക്ക് സുജൂത് ചെയ്യപ്പെട്ട്? ഈ ഭൂമി എന്ന ദുനിയാവിനെ. നാവ് കൊണ്ടൊക്കെ പലരും പറയും ഞങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെടാത്ത. നാവ് കൊണ്ട് പറച്ചില്ല, അക്ഷരങ്ങളെ ശബ്ദങ്ങൾ മാത്രമാണ്. ഹൃദയം കൊണ്ട് പറയണം. അതാണ് മനഃശാസി. നമ്മളെ ഹൃദയത്തിൽ എന്താണോ നമ്മൾ അടിമപ്പെട്ട് അതിൻ്റെ അടിമയായി ഞങ്ങൾ. ദുനിയാവ് വേണം, നന്നായിട്ട് വേണം, നന്നായിട്ട് അന്തസ്സായി ജീവിക്കണം, ഇജ്ജത്തിൽ ജീവിക്കണം. പക്ഷെ ഉള്ളിൽ കയറ്റരുത്. ഇത് മരിക്കുന്നിടത്തോടു കൂടി ഇവിടെ വെച്ചിട്ട് എന്താക്കണം, പോയിക്കോ. മണ്ണിന്ന് എടുത്ത സാധനം എന്താക്കണം, മണ്ണിൽ തന്നെ തിരിച്ചു വെച്ച് പോകണം. അതായത് നമ്മളെ നമസ്കാരത്തിൽ നമ്മൾ അലസത വരുന്നത്, അശ്രദ്ധ വരുന്നത് എന്താ, അവിടെ കുറച്ചില്ല. പ്രണയം ഉണ്ടെങ്കിൽ നമ്മൾ അവനെ മാത്രമായി അള്ളാഹു അക്ബറിന്ന് കൈ കെട്ടുമ്പോൾ ഹൃദയത്തിൽ അല്ലാത്ത വേറെ ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവ മാത്രമേ ഉള്ളൂ. ആ ചിന്താമണ്ഡലം നമ്മൾ ഉന്നയിക്കണം. കാരണം ദുനിയാവിനെ രാജാവാക്കിയിട്ട് അള്ളാഹു അക്ബർ കൈ കെട്ടിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിലേക്ക് എത്ര വലിയ ഉയർന്ന ആളായാലും ശരി, ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ അവനെ പ്രണയിക്കുന്ന ഹൃദയമാവും. അതുതന്നെയാണ് അവൻ്റെ സിംഹാസനം. കിതാബി പഠനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ എത്തിപ്പെടുകയില്ല. ഇതിനൊരു പരിശ്രമം ആവശ്യം. നബിമാരും സ്വഹാബാക്കളും ചെയ്ത ഒരു ജോലിയുണ്ട്. നമ്മളൊക്കെ ദ്വാരക്കല്ലേ, ഹിദായത്ത് എന്താ, ഹിദായത്തിന് വേണ്ടി ദ്വാരക്കും. എന്താണ് ഹിദായത്ത്? ദ്വാരന്നാൽ മാത്രം മതി. നമ്മളൊരു കാറ് പഠിക്കണം